അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വർക്കധികരിപ്പിക്കുക എന്നുള്ളത് യൂരിസുൽ ഫഖറ, ദാരിദ്ര്യത്തെ അത് അവകാശപ്പെടുത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നഗ്നനായിക്കൊണ്ട് വിവസ്ത്രനായി വസ്ത്രമില്ലാതെ ഉറങ്ങുക എന്നുള്ളത്, വസ്ത്രം ഇല്ലാത്തവനായി ഉറങ്ങുക എന്നുള്ളത് അത് ദാരിദ്ര്യം വരുത്തുന്നതാണ്. അതുപോലെ തന്നെ ജനാപത്തുകാരനായി വലിയ ശുദ്ധി ഉണ്ടായവനായി തിന്നുക, ഉതെടുക്കാതെ കുളിക്കാതെ അതിനു മുമ്പ് തിന്നുക എന്നുള്ളത് ദാരിദ്ര്യം വരുത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഒരു ഭാഗത്തേക്ക് ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയുടെയും തോലിനെ കരിക്കുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ രാത്രിയിൽ വീട്ടടിക്കുക എന്നുള്ളത് അത് ദാരിദ്ര്യം വരുത്തുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ അടിച്ച് വിട്ടതായ വേസ്റ്റുകളെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തറക്കുൽ കുമാമത്തി ഫിൽ ബൈത്ത്. അതുപോലെ തന്നെ മാതാപിതാക്കളെ അവരുടെ പേര് കൊണ്ട്, നിദാവ് വാലിദൈനി ബിസ്മിഹിമ, മാതാപിതാക്കളെ അവരുടെ പേര് കൊണ്ട് വിളിക്കുക, അവരുടെ പേര് വിളിച്ചുകൊണ്ട് വിളിക്കുക, അത് ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ചില ആൾക്കൊരു പതിവുണ്ട്, എന്ത് കിട്ടിയാലും പല്ലിന്റെ ഇടയിലേക്ക് കുത്തി നോക്കാം. അപ്പൊ കിട്ടുന്ന പുള്ളിക്കഷ്ണം കൊണ്ടെല്ലാം പല്ലിനെ ചിക്കെടുക്കാൻ വേണ്ടി നോക്കുന്ന അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഉമർപ്പടിയിൽ ഇരിക്കുക എന്നുള്ളത്, വാതിലിന്റെ ഉമർപ്പടി ഉണ്ടല്ലോ, താരെന്തോന്ന് പറയും, അതിലിങ്ങനെ ഇരിക്കുക. ചില ആൾക്ക് അതില് ഒരു പതിവുണ്ട്, വീട്ടിന്റെ ഉമർപ്പടിയിൽ ഇരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സാധാരണ പറയുന്നതായ ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ധരിച്ചതായ വസ്ത്രം, നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നതായ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ, അതിനെ അയക്കാതെ ധരിച്ചുകൊണ്ട് തന്നെ അതിനെ തുന്നുക എന്നുള്ളത് അത് ദാരിദ്ര്യം വരുത്തുന്നതാണ്. യാത്രത്തെ സൗകര്യാലാഭം. മറ്റൊരു കാര്യമാണ് നമ്മൾ ധരിക്കുന്നതായ വസ്ത്രത്തിൽ മുഖം ഇങ്ങനെ തോർത്തുക എന്നുള്ളത്. ധരിക്കുന്നതായ വസ്ത്രം കൊണ്ട് മുഖം തോർത്തുക, ധരിച്ചതായ വസ്ത്രമോ അല്ലെങ്കിൽ ധരിക്കുന്നതായ വസ്ത്രമോ കൊണ്ട് മുഖം തോർത്തുക എന്നുള്ളത് ദാരിദ്ര്യത്തിനെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വീടുകളിൽ ചിലന്തി വല, സ്പൈഡറിന്റെ അതിന്റെ വല, അങ്കപ്പൂത്ത്, അതാണ് അതിനെ അങ്ങ് ക്ലീൻ ചെയ്യാതെ അങ്ങനെ ബാക്കി വെക്കുക. കറുപ്പ് ബൈത്തിൽ അങ്കപ്പൂവ്, അത് ദാരിദ്ര്യം വരുത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഒരു മടി ഉണ്ടാകുകയാണ്, നിസ്കാരത്തിലേക്ക് ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് ദാരിദ്ര്യം വരുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് പുരുഷന്മാർ പള്ളിയിലല്ല പോകേണ്ടത്. അപ്പൊ പള്ളിയിൽ പോയതിനു ശേഷം സുബഹി നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പുറപ്പെടുക, അതാണ് വളരിക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്റാഉൽ ഖുറൂജി മിനൽ മസ്ജിദി ബഅദ സ്വലാത്തിൽ ഫജ്രി, സുബഹി നിസ്കാരത്തിന് ശേഷം പെട്ടെന്നായി പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പോകും. കുറച്ച് ദിക്റൊന്നും ചെല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞുപടുക എന്നുള്ളത് ജീവിതത്തിൽ ബറക്കത്തില്ലാതാക്കുന്നതും ദാരിദ്ര്യം വലിച്ചു കൂട്ടുന്നതുമായ കാര്യമാണ്. അതുപോലെ തന്നെ അതിരാവിലെ ചിലർക്ക് ഒരു പതിവുണ്ട്, അതിരാവിലെ ടൗണിലേക്ക് ബജാറിലേക്ക് പോവുക, അത് ദാരിദ്ര്യത്തിനെ വരുത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു, അപ്പൊ അങ്ങാടിയിലേക്ക് പോയാൽ പെട്ടെന്ന് പോകും, അതിരാവിലെ പോകും, അത് ദാരിദ്ര്യത്തിന് ഉണ്ടാക്കും. അതുപോലെ തന്നെ കുറെ ലേറ്റായി വരും, രാത്രി കുറെ കഴിഞ്ഞ ശേഷം എല്ലാം അടച്ചതിന് ശേഷം വരും, അതും ദാരിദ്ര്യത്തിന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ കേടായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തിന് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഊതിക്കെടുത്തുക, ഒരു വിളക്കുണ്ട്, ആ വിളക്കിന് ഇങ്ങനെ കൈകൊണ്ടോ മറ്റേതെങ്കിലും കൊണ്ടോ അല്ലാതെ ഇങ്ങനെ ഊതിക്കൊണ്ട് ഒരു വിളക്കിനെ നിങ്ങൾ കെടുത്തുക എന്നുള്ളത്, അണക്കുക എന്നുള്ളത് അതെന്താണ് ദാരിദ്ര്യത്തിന് വരുന്നതാണ്. ഇപ്പോ അങ്ങനത്തെ വിളക്കൊന്നും ഇല്ല, നമ്മൾ കരണ്ടല്ലേ. അപ്പൊ എന്തെങ്കിലും മെഴുകുതിരി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വായ കൊണ്ട് ഇങ്ങനെ ഊതിയിട്ട് അതിനെ കെടുത്തുക എന്നുള്ളത് ദാരിദ്ര്യം. പുല്ലു കാലിക്ക യൂരിസുൽ ഫഖറ, ഇതെല്ലാം എന്താണ് ദാരിദ്ര്യത്തിനെ വരുത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദാരിദ്ര്യത്തിന് വരുന്ന കാര്യമാണ്, ചില സ്ഥലങ്ങളിൽ ഈ പേനകൾ ഒരു കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും, അവർ കൊണ്ടാകാതിരിക്കണം. അപ്പൊ കയർ കെട്ടിയിട്ടുള്ള ഒരു പേന, അങ്ങനെയുള്ള പേനയിൽ ഇങ്ങനെ ദാരിദ്ര്യത്തിന് ഉണ്ടാക്കുന്നതാണ് എന്നതാണ്. അതും കിതാബത്തുകൾ ഫലമിൽ കൂടി കെട്ടിടപ്പെട്ടതായ പേന കൊണ്ട് ഏതെങ്കിലും ദാരിദ്ര്യത്തിന് ഉണ്ടാക്കും എന്നുള്ളതായ കാര്യം. അതുപോലെ തന്നെ പൊളിഞ്ഞു പോയതായ ചീർപ്പ് കൊണ്ട് തലവാരൻ, ഇന്തിഷാത്തു ബിനിഷ്ടിൻ മുൻകസിരിൻ, പൊളിഞ്ഞതായ ചീർപ്പ് കൊണ്ട് ചില ആൾക്കാരെ പറയുന്നുണ്ട്, പൊളിഞ്ഞതായ ചീർപ്പ് കൊണ്ട് എന്താക്കരുത്, തലവാരരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതും ദാരിദ്ര്യത്തിന് വെക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും എല്ലാ നിസ്കാരത്തിന് ശേഷം മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം, എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തലയിൽ കിട്ടുന്നവരാണെങ്കിൽ ഇരുന്നു കൊണ്ട് തലയിൽ കെട്ടില്ല, അത് ദാരിദ്ര്യത്തിന് വെക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തലയിൽ കെട്ടുമ്പോൾ നിന്നിട്ടാണ് തലയിൽ കെട്ടേണ്ടത്. അതുപോലെ തന്നെ ബാൻഡ് പോലത്തത് ധരിക്കുമ്പോൾ അത് ഇരുന്നിട്ടാണ് ധരിക്കേണ്ടത്, നിന്നിട്ട് വായുമൻ നിന്നുകൊണ്ട് പാൻറ് ധരിക്കേണ്ടത്, അത് ദാരിദ്ര്യത്തിന് ഉണ്ടാക്കും. പാൻറ് ധരിക്കുമ്പോൾ ഇരുന്നുകൊണ്ടാണ് പാൻറ് ധരിക്കേണ്ടത്. ഇതെല്ലാം ദാരിദ്ര്യത്തിനെ വരുത്തുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നല്ല ഐശ്വര്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.